ഇന്നലെ തിരുവനന്തപുരത്തെയും വയനാട്ടിലെയും പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾക്ക് സമാപനമായിരുന്നു. പൊതുസമ്മേളനവും പൊതുയോഗവും റെഡ് വളണ്ടിയർ മാർച്ചും ഒക്കെ ഇന്നലെ വൈകിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ റെഡ് വളണ്ടിയർ മാർച്ച് വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. ആകർഷണീയമായിരുന്നു ആ ഒരു റെഡ് വളണ്ടിയർ മാർച്ച്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ മാർച്ചിനെ നയിച്ചത് തിരുവനന്തപുരം മേയർ കൂടിയായ ആര്യ രാജേന്ദ്രനാണ്. തലസ്ഥാന നഗരസഭയുടെ മേയർ ആര്യ രാജേന്ദ്രൻ ചുവപ്പ് കുപ്പായം ധരിച്ച റെഡ് വോളണ്ടിയേഴ്സ് മാർച്ച് നയിക്കുന്നത് എന്നും അഭിമാനമാണ് എന്ന് ആര്യ രാജേന്ദ്രൻ തന്നെ കൈരളി ന്യൂസിനോട് പറഞ്ഞു. നമുക്ക് ആര്യയുടെ വാക്കുകൾ കേൾക്കാം. നമ്മുടെ പാർട്ടി നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ സ്ഥാനത്തിരിക്കുക അല്ലെങ്കിൽ ഓരോ ഘടകത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. നിരവധിയായിട്ടുള്ള രക്തസാക്ഷികൾ അവരുടെയും അതുപോലെ തന്നെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ഒക്കെ പാർട്ടിയായിട്ടുള്ള നമ്മുടെ പാർട്ടി പ്രവർത്തനത്തിൽ ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ തന്നെ എൻ്റെ ഉള്ളിലെ സഖാവിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുകൂടി എനിക്ക് ഒരു കരുത്താകുമെന്ന പ്രതീക്ഷ തന്നെയാണ് എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ റെഡ് വോളണ്ടിയറായി ഇരിക്കുക നമ്മുടെ പാർട്ടി പ്രവർത്തനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി റെഡ് വോളണ്ടിയറായി ഇരിക്കുക എന്ന് പറയുന്നത് എല്ലാവരും അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന സമയത്ത് ആ റെഡ് വോളണ്ടിയർ പരേഡിന്റെ ഭാഗമാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുന്നു. അത് അത്ര തന്നെ അഭിമാനത്തോടു കൂടി ഞാൻ ആ കാര്യത്തെ കാണുകയാണ്. ഞാൻ ആ വേദിയിൽ ഈ റെഡ് വോളണ്ടിയർ യൂണിഫോം ഇട്ടിരിക്കുമ്പോൾ റെഡ് വോളണ്ടിയർ ആയിട്ടുള്ള മുഴുവൻ നമ്മുടെ സഖാക്കളെയും പ്രതിനിധീകരിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി എനിക്ക് സാധാരണ ഇരിക്കുന്നതിനേക്കാൾ ഒരു ആത്മവിശ്വാസം കൂടി എനിക്കുണ്ടായിരുന്നു. ആര്യ അഭിമാനത്തോടെയാണ് ഈ കുപ്പായം ധരിച്ച് റെഡ് വോളണ്ടിയറായി പ്രകടനത്തിലും റെഡ് വോളണ്ടിയർ മാർച്ചിലും പങ്കെടുത്തതെന്നാണ് ആര്യ പറഞ്ഞത്. ക്യാമറാമാൻ ബിച്ചു പൂവച്ചനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.